എന്നാ പിന്നെ വെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട. ദേ, വെള്ളം നന്നായിട്ട് കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞത്. ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. ആണോ? അമ്മേ, ഈ വീട്ടിൽ എനിക്ക് എന്താ അമ്മ വില? ഈ വീട്ടിലെ നിന്റെ വിലയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. തൽക്കാലം കുഞ്ഞിനെ പേടിപ്പിക്കണ്ട. ഓ, മുത്തശ്ശൻ ഇറങ്ങി പോകുന്നു പറഞ്ഞ് അവളൊന്ന് കണ്ണു നിറച്ചതായിരിക്കും ഇപ്പൊ വലിയ പ്രശ്നം. അതിന്റെ ബലത്തിലായിരിക്കും ഇപ്പോഴും ഈ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എന്ത് കാര്യസാധ്യത്തിനും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്താൽ മതിയല്ലോ. ഇങ്ങനെയോ ഓരോ ഒഴിയാബാധകള് വീട് നശിപ്പിക്കുന്ന. വഴക്ക് വേണ്ടമ്മേ. നീ മിണ്ടരുത്. നിനക്കെന്തറിയാം? ഡീ, എന്റെ കുഞ്ഞിന് നേരെ ചാടിക്കടിക്കാൻ വന്ന കത്തിച്ചു കളയും നിന്നെ ഞാൻ. മോള് പേടിക്കണ്ട കേട്ടോ. പോട്ടെ. മോളെ വെച്ചൊന്നും എന്നെ ആരും ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് വിചാരിക്കണ്ട. ശാലിനിയുടെ മോള സത്യ. കുന്നും മലയും മരുഭൂമിയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. കുന്നും മലയും കണ്ട ശാലിനിയുടെ മോളായിട്ടാണോടി നിന്റെ അച്ഛൻ ഇവളെ എടുത്തോണ്ട് വൈദ്യശാലയിലേക്ക് പോകേണ്ടി വന്നത്? ഇനി ഇങ്ങനൊരു പേടിയും കൂടി തട്ടിയാ ഇതിന്റെ കാര്യം നോക്കണ്ടെന്നാ വൈദ്യര് പറഞ്ഞത്. അതിനിടയ്ക്ക് അവളുടെ ഒരു അഴിഞ്ഞാട്ടം. എന്താ ഇവൾക്ക്? ഓ, ഇപ്പോഴെങ്കിലും അത് ചോദിക്കാനുള്ള മനസ്സ് കാട്ടിയല്ലോ എന്റെ മോള്. കാര്യം എന്താന്ന് വെച്ചാ പറ. നീ ഇന്ന് എവിടെയായിരുന്നടി? ഒരു 100 വട്ടം നിന്നെ ഞാൻ വിളിച്ചില്ലേ? അമ്മ, മിനിസ്റ്ററുമായിട്ട് മീറ്റിംഗ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഫോൺ സൈലന്റിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോ അമ്മയെ കിട്ടാനില്ല. വേറെ ആരെയും വിളിക്കാനില്ലല്ലോ എനിക്കിവിടെ. നിന്റെ മോളെ എടുത്ത് വൈദ്യശാലയിലേക്ക് ഓടിയതാ അച്ഛൻ. അതിന് പിന്നാലെ ഞാനും ഓടി. കുറെ തവണ നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ മൊബൈലിലെ ചാർജ് തീർന്നു. പനിയല്ലേ, ഇപ്പൊ ചൂടൊന്നുമില്ലല്ലോ. പനിയാന്ന് നിന്നോടാര് പറഞ്ഞു? പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോ ബോധമില്ലാതെ ബെഡിൽ കിടക്കുമായിരുന്നു ഇവള്. ശരീരമൊക്കെ കുഴഞ്ഞ് ചേമ്പിൻ താള് പോലെ. എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലായിരുന്നു. അച്ഛൻ ഇവളെ എടുത്തോണ്ട് വൈദ്യശാലയിലേക്ക് ഓടി. വൈദ്യര് ചില മരുന്നൊക്കെ കൊടുത്തപ്പോ കണ്ണു തുറന്നു. അപ്പോഴാ കാര്യം പറഞ്ഞത്. എന്താ അമ്മ? ഫിറ്റ്സിന്റെ ആദ്യ ലക്ഷണമാണ്. മനസ്സിലായില്ലേ? ചുഴലി ദീനം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മരുന്ന് സ്ഥിരമായി കഴിച്ചാൽ മാറുമെന്നാ വൈദ്യര് പറഞ്ഞത്. മനസ്സിന് കാര്യമായി പേടി തട്ടുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകരുതെന്നാ വൈദ്യര് പറഞ്ഞത്. അമ്മേ, നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലില്. വേറെ ഏതാടി നല്ല ഹോസ്പിറ്റല്? ഞാനും നിന്റെ അച്ഛനൊക്കെ ഇത് കുറെ കണ്ടിട്ടുള്ളതാ. നിന്റെ ചേച്ചി ശാരികയ്ക്കും ഉണ്ടായിരുന്നു ഈ അസുഖം. ഒരു 6 മാസത്തെ ചികിത്സ കൊണ്ട് രോഗം സമൂലം ഭേദമാക്കിയത് ഇപ്പോഴത്തെ വൈദ്യരുടെ അച്ഛൻ നാരായണൻ വൈദ്യരാ. ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്ന പലരും ഇപ്പോഴും ഭേദമാക്കാതെ നടക്കുന്നുണ്ട്. നീയും ശാരികയൊക്കെ ഇവളുടെ പ്രായമുള്ളപ്പോൾ നിങ്ങളെയൊക്കെ തോളിലിട്ടുകൊണ്ട് ഓരോ വൈദ്യശാലയിലേക്ക് ഓടിയിട്ടുണ്ട് അച്ഛൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് കളക്ടറായി കെട്ടിയിറങ്ങി വരുന്നവരൊന്നും അല്ല ആരും. പാവം, പാദത്തിന്റെ പ്രയാസം നല്ലതുപോലെ ഉണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്. എന്നാലും ആ വയ്യാത്ത കാലും വെച്ചുള്ള ഓട്ടം ഒന്ന് കാണേണ്ടതായിരുന്നു. ഒപ്പം എത്താൻ എന്നെ കൊണ്ട് പോലും പറ്റിയില്ല. മോളെ, മോള് പേടിക്കണ്ടാട്ടോ. ഇവിടെ ആരും തമ്മിൽ ഒരു വഴക്കുമില്ല. മുത്തശ്ശൻ പോവാ അമ്മേ. മുത്തശ്ശൻ എങ്ങോട്ടും പോവില്ല. അമ്മ മോളെ വഴക്ക് പറയാറില്ലേ എന്ന് കരുതി മോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാണോ ചെയ്യാറ്? അത് അമ്മയല്ലേ.
ഇപ്പൊ വരാമേ. മോളെ ഒന്ന് നോക്കിക്കോണം. ശാലിനി, ഭാര്യയും ഭർത്താവും തമ്മിൽ പലതും ഉണ്ടായെന്നിരിക്കും. അതിന്റെ പൊരുള് മക്കൾക്കറിയണമെന്നില്ല. നീയും നിന്റെ ഭർത്താവുമായി എന്തായിരുന്നു പ്രശ്നമെന്ന് ഈ ബെഡിലിരിക്കുന്ന കുഞ്ഞ് നാളെ നിന്നോട് ചോദിച്ചാ എന്തു മറുപടി പറയാനുണ്ട് നിനക്ക്? അതുപോലെ തന്നെയാ ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം. മക്കളല്ല ഇടപെടേണ്ടത്, പൊറുക്കേണ്ടതും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കേണ്ടത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാ. ക്ഷമിക്കാൻ പറ്റുന്നിടത്ത് പിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിലേ ഒപ്പം ഞാനും ഇറങ്ങിയേനെ. വയ്യാത്ത കാലത്ത് അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ. 6 വർഷം അങ്ങനെ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉറപ്പ് നിനക്ക് സ്വയം ഇല്ലാത്തത് കൊണ്ടാ അച്ഛൻ ആ വീട്ടിൽ പോയതും വഴക്കുണ്ടാക്കേണ്ടി വന്നതും ഒക്കെ. മോളെ, കളക്ടറുടെ കസേരയൊന്നും അല്ല വലുത്, ജീവിതമാ. സ്വന്തം ജീവിതത്തിന് വിലയില്ലെങ്കിൽ വേണ്ട, ജനിപ്പിച്ച കുഞ്ഞിനെങ്കിലും ഒരു വില കൊടുക്കണം. നാളെ നിനക്കുണ്ടായതുപോലെ ഒരു പ്രതിസന്ധി ഇവൾക്കുണ്ടായ അപ്പ ചോദിക്കാൻ വേണം ഒരച്ഛൻ. അമ്മേ, മോളെ, അമ്മേ ശാരദാമ്മയുടെ വഴക്കാണോ? ഏയ്, അപ്പൊ ശാരദാമ്മ അമ്മയെ വഴക്ക് പറഞ്ഞതോ? അതേ അമ്മയല്ലേ. ശരിയാ. ചാച്ചിക്ക് മോള് പറഞ്ഞ. ഉം. വാടാ ഇങ്ങോട്ട് ഇരിക്കടാ. പിള്ളച്ചേട്ടൻ ഇരിക്കേ. ഏയ് വേണ്ട, പിള്ളേ അങ്ങോട്ട് ഇരിക്കടോ. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം സാറേ. താൻ ഇവിടെ ഇരിക്കടോ. ഇങ്ങനെ വല്ലപ്പോഴും അല്ലേ നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നത്. അതല്ല സാറേ, മോളുടെ കുഞ്ഞ് അവൾ കാത്തിരിക്കും. ഞാൻ ഒരു ഉരുള കൊടുത്താലേ അവൾ കഴിക്കും. അതാ കുടുംബത്തിന്റെ ഒരു ശക്തി. സ്നേഹത്തിന്റെ കൂട്ടിട്ടുറപ്പിച്ച എത്ര അകലേക്ക് തന്നെ പോയാലും അത് നമ്മളെ കാന്തശക്തിയോടെ കുടുംബത്തിലേക്ക് തന്നെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. എടോ, താൻ വീട്ടിൽ ചെന്നിട്ട് ഒരു ഉരുള കുഞ്ഞിന് കൊടുത്താൽ മതി. എടോ, എത്ര നാളായുള്ളൂ ഈ വീട്ടിൽ എല്ലാവരോടും ഇങ്ങനെ സന്തോഷമായിട്ട് കഴിച്ചിട്ട്. ഇന്നൊരു ദിവസം താനോട് കൂടു. ഇരി വാ സാറേ, അത് ഇരിക്കടോ. ഇരിക്കാൻ പറഞ്ഞ അയാളുമില്ലേ ആളു ജാമ്യം വന്നിരുന്നു. പൊന്നി പാത്രം കൊടു. പിള്ളച്ചേട്ടനെ ഞാൻ ഇരിക്കാൻ നിർബന്ധിച്ചതേ അതുകൊണ്ടല്ലേ കേട്ടോ. അല്ല, നാളെ മുതൽ വിഷ്ണു കുഞ്ഞിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ആ കസേരയ്ക്ക് വേറെ അവകാശം വരില്ലേ? ഓ അങ്ങനെ. ചേട്ടാ കുറച്ചുകൂടി ചോറിട്ടെ. അല്ല, ഭാമ ഇന്നത്തോടെ പാചകം നിർത്തുന്ന പറഞ്ഞാൽ ശരിയാണോ? ഓ, അതൊക്കെ ഒരു ബിൽഡപ്പിന് പറയുന്നല്ലേ അച്ഛാ, അല്ലാതെ സത്യമാ പാചകം നിർത്തോ? അയ്യോ, അപ്പൊ എനിക്ക് രക്ഷയില്ല. അതെന്ത് പറ്റി അച്ഛാ? എടാ മോനെ, നീ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഓർമ്മ വെച്ചോ. കല്യാണം കഴിക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അത്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മരണം വരെ ആ കുറ്റവാദം വാക്കി നിൽക്കും. എന്താ അച്ഛാ?
കല്യാണ പുതുമോടിയിൽ പെണ്ണിനോട് ഒരിക്കലും നീ വെച്ച കറി അസലായി എന്നൊന്നും പറയരുത്. അത് നിന്റെ കൈ കൊണ്ട് വെച്ചാ രുചി വേറെ എന്ന് പറഞ്ഞാൽ തീർന്നു. അതെന്താ അച്ഛാ? ചാകുന്ന വരെ പിന്നെ ആ കറി കഴിച്ച് നമ്മൾ ചെകിടിക്കൂടാ. എപ്പോഴെങ്കിലും ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കും. നിങ്ങൾക്ക് മുമ്പ് ഇത് ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പൊ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടായിരിക്കും ഇത് ഇഷ്ടമല്ലാത്തതെന്ന് ഇല്ലേ എന്ന് ചോദിക്കും. അച്ഛൻ അനുഭവത്തിൽ നിന്ന് പറയും പോലെ ഉണ്ടല്ലോ. ഞാൻ മാത്രമല്ലടാ, എൻ്റെ പേര് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കാത്തോണ്ട്. ഈ പയറും പച്ചവാഴക്കിട്ട് തോരനില്ലേ, ഹോ അതാളാ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. ഓർമ്മയുണ്ട്. നമുക്കളെ നിനക്കെങ്ങനെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? പറ്റിയിട്ടുണ്ടോന്ന് ചോദിച്ചാ രോഹിത് അങ്ങനെ സ്പെഷ്യൽ വിഭവം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഉണ്ടച്ചാ. കൂർക്ക. അയ്യോ എന്റെ കാല്. ഇതും അതിന്റെ പ്രത്യേകതകളിൽ പെട്ടതാ. അല്ലച്ചാ, അച്ഛനെ രക്ഷപ്പെടുത്തിക്കാണല്ലോ. ഈ പയറും പച്ചവാഴയ്ക്കും വെച്ചുള്ള തോരൻ കാണാനല്ലോ ഇവിടെ. ഓ രക്ഷപ്പെട്ട് ഭാഗ്യം. ഓ അയ്യോ, രാഘവേട്ടൻ കഴിച്ചു തുടങ്ങിയോ? തുടങ്ങി പോവേ. ദേ, രാഘവേട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ? പയറും പച്ചവാഴക്കയും കൊണ്ടുള്ള തോരൻ. രാഘവേട്ടൻ വലിയ ഇഷ്ടമല്ലേ? എന്താ എല്ലാവരും ചിരിക്കുന്നത്? അല്ല മാമേ, ഇതിന്റെ കാര്യം തന്നെ ഞാനിപ്പോ പറഞ്ഞോണ്ടെന്ന് ഇവരോട്. നിന്റെ കൈ കൊണ്ട് വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അസാധ്യം, അടിപൊളി, വേറെ എവിടെയും കിട്ടത്തില്ല. ഒന്ന് പോരാ കേട്ട. അല്ല മാമേ, മതി മതി മതി, ഭാഗ്യനോട്ട് കൊടുക്ക്, അവരും ടേസ്റ്റ് ഒന്ന് അറിയട്ടെ. വേണ്ട രാഘവേട്ട, അവർക്ക് വേറെ കറിയൊക്കെ ഉണ്ടല്ലോ. മതി രാഘവേട്ട ഇത്ര ഇഷ്ടമായ സ്ഥിതിക്ക് രാഘവേട്ടൻ തന്നെ കഴിക്കും മതി മുഴുവൻ. മതി മതി മുഴുവൻ കഴിക്കുന്നേ. മതി. എന്നാ, അയ്യോ മാമേ, മതി മതി. എന്ത് സന്തോഷം എല്ലാവർക്കും. എന്നും ഇങ്ങനെ തന്നെ വേണം. അതെ പാമേ, തിരിച്ചു വിളിക്കാതെ തീരുമാനം നീ എടുത്തെന്ന് പറഞ്ഞാൽ ശാലിനിക്ക് വലിയ സന്തോഷമാവും. അത് വേണ്ട രാഘവേട്ട. നമുക്കേ ഒന്നും പറയാതെ നാളെ നേരിട്ടൊന്ന് വിളിക്കാം. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അതിന്റെ സന്തോഷം ഒന്ന് വേറെയാ. ഗോപാലകൃഷ്ണൻ ഒരു സൂചന കൊടുത്തു പോയല്ലോ. നെഞ്ചിലെ തീയടങ്ങി ഒരു രാത്രിയെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങട്ടെ ആ അച്ഛൻ. മോള് ഒച്ച വയ്ക്കണ്ട, കുഞ്ഞ് പേടിക്കും. അച്ഛനിറങ്ങുക. ഇവിടെ പറ്റിക്കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചുറ്റിപ്പറ്റി നിന്നത്. ഇടയ്ക്കിടയ്ക്ക് സത്യമോൾ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവക്കൊരു പേടി, ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവുമെന്ന്. കുഞ്ഞല്ലേ, അതിൻ്റെയാ. ഇനിയും പേടി തെറ്റിയാ അവക്ക് ദീനം ഉണ്ടാവുമെന്ന വൈദ്യര് പറഞ്ഞത്. ഒരുപാട് കരയിക്കണ്ട.
ഉറങ്ങിക്കഴിയുമ്പോ ആരും അറിയാതെ ഇറങ്ങിപ്പോവാന്ന് കരുതിയ കാത്തിരുന്നത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. രാത്രി ഇത്രയായി, നീ വന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്ക്. അന്വേഷിക്കുമ്പോ അടുത്ത മുറിയിലുണ്ടെന്നോ പുറത്തുപോയി ഇപ്പൊ തിരികെ വരുമെന്നൊക്കെ ഓരോ കള്ളം പറഞ്ഞാ മതി. കുഞ്ഞു മനസ്സല്ലേ, അത് വിശ്വസിച്ചോളൂ. കുഞ്ഞുങ്ങളെ എളുപ്പം പറ്റിക്കാം. എളുപ്പം സ്നേഹിക്കുന്ന പോലെ അവരെളുപ്പം മറക്കുകയും ചെയ്തോളും. നിന്റെ അമ്മയ്ക്കറിയാം ആ വിദ്യ. കളക്ടറുടെ അച്ഛനാവുന്നതിന്റെ പത്രാസ് മോഹിച്ചൊന്നുമല്ല വേറെ ബന്ധത്തിന് പോയത്. ഇങ്ങോട്ട് തിരിച്ചു വന്നതും അത് മോഹിച്ചല്ല. അറിയാലോ, പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നില്ല എനിക്ക്. പെൺകുട്ടികൾ ഉണ്ടാവുന്നത് ശാപമാണെന്ന് വരെ മുമ്പൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ല, അവരെ കൊണ്ട് എവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് ഒരു മണ്ടൻ ധാരണയുണ്ടായിരുന്നു. അതാ നീ തിരുത്തിക്കളഞ്ഞത്. നീ കളക്ടറായി കഴിഞ്ഞപ്പോ ഞാൻ തോറ്റെന്നാണോ നീ വിചാരിച്ചത്? ഇല്ല മോളെ, അപ്പോഴും അച്ഛൻ ജയിച്ചതേ ഉള്ളൂ. ആഗ്രഹിച്ചതുപോലെ ഒരു കളക്ടറുടെ അച്ഛനായില്ല ഞാൻ എന്ന് കരുതി അഹങ്കരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ. അതിനുള്ളിൽ ഗോപാലകൃഷ്ണന്റെ അഹങ്കാരം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞിരുന്നു. കയ്യിലുള്ള മാണിക്യം കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ പോയതാ ഞാൻ. എന്നിട്ട് എവിടെ എത്തി? ഏതെങ്കിലും അമ്പലനടയിൽ പടച്ചോറുണ്ട് അന്ത്യം. രാജേശ്വരി കൈയൊഴിഞ്ഞു കളഞ്ഞപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം. ശാരദയുടെ മനസ്സിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിരുന്നല്ലോ പണ്ടേ എന്നെ. പക്ഷേ കഴുത്തിൽ താലി കെട്ടിയവനെ ശാരദ മറന്നില്ല. പിന്നാലെ തേടി വന്ന് അവൾ താലിയുടെ മഹത്വം കാത്തു. ഭാര്യയായല്ല, ഒരു പരിചാരികയായിട്ട് ആ രോഗിയായി എനിക്കൊപ്പം അവൾ കൂട്ടിരുന്നത്. താലിയുടെയും പെണ്ണിന്റെയും മഹത്വം എന്താന്ന് അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഭാര്യയും പരിചാരികയോ ഒന്നുമല്ല, ക്ഷേത്രത്തിലെ ദേവിയുടെ സ്ഥാനവാ എന്റെ മനസ്സിലിപ്പോ അവക്ക്. മറ്റൊരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയ ഭർത്താവിനോട് ഇതിലും വലിയ പ്രതികാരം എന്താ ചെയ്യാനുള്ളത്? ഓരോ തവണയും അവൾ എന്നോട് ദയ കാട്ടുമ്പോ അന്നമോ മരുന്നോ തരുന്നതാവാം. അതും ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ ദയ തന്നെയാ. അപ്പോഴെല്ലാം പശ്ചാത്താപത്തിന്റെ തീച്ചൂളയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കുടുംബശ്രീ ഹോട്ടലിന്റെ കൗണ്ടറിൽ എന്നെ പിടിച്ചിരുത്തിയപ്പോ ഞാൻ സന്തോഷിച്ചു എന്നുള്ളത് സത്യമാ. ശാരദയും മക്കളും എന്നോട് ക്ഷമിച്ചെന്ന്, അവർക്കുള്ളതുകൂടി എനിക്ക് കൈവിട്ട് തന്നല്ലോ എന്ന് സന്തോഷിച്ചു ഞാൻ. പിന്നെ എന്റെ കുഞ്ഞുമോളുടെ സ്നേഹം അതെന്നെ വല്ലാതെ മാറ്റിക്കളഞ്ഞു. ഒരു ബാധയും കലർപ്പൊന്നുമില്ലല്ലോ ആ സ്നേഹത്തിന്. അവിടെയും ഗോപാലകൃഷ്ണൻ ഇത്തിരി അഹങ്കരിച്ചു എന്നുള്ള സത്യമാ. കളക്ടറുടെ അച്ഛനെന്നല്ല, എന്റെ സത്യമോളുടെ മുത്തച്ഛനാണല്ലോ ഞാനെന്നോർത്ത്. പറഞ്ഞു വന്നത് നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചാ. എനിക്ക് നിങ്ങളെ ആരെ ഇഷ്ടമല്ലാതിരുന്നോണ്ട് മിക്ക ദിവസവും ഞാൻ വീട്ടിലുണ്ടാവുമായിരുന്നില്ല. അച്ഛൻകുട്ടിയായിരുന്നു നിന്റെ ചേച്ചി ശാരിക. അവ
അവൾക്കെപ്പോഴും അച്ഛനടുത്തുണ്ടാവണം. പ്രത്യേകിച്ചും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അച്ഛനെ കാണണം. ഞാൻ വരില്ലെന്നറിയാമെങ്കിലും ശാരദ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അച്ഛൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നോ വന്നു കഴിഞ്ഞ് കുളിക്കാൻ കയറിയിരിക്കുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് വിശ്വസിച്ച് അവള് കണ്ണടച്ച് കിടക്കും. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവും. അതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ മതി സത്യമോളോടും. രാഘവൻ നായർ വിളിച്ചിരുന്നു. ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നാ പറഞ്ഞത്. ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ, നിന്നോട് പറയണ്ടെന്നും പറഞ്ഞു.